വെയിലും നടന്ന് അങ്ങോട്ട് പോകുന്ന നിങ്ങൾക്ക് അറിയണം. ഇവളിത് തുള്ളിച്ചാടി പോകുന്നതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 500 രൂപ ബെറ്റിൻ്റെ കഥയാണ്. കാരണം നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ സ്വന്തം അരുവിക്കരയിൽ ഒരു പാർക്ക് ഉണ്ടെന്നാണ് ഷിനി പറയുന്നത്. ഞാൻ ഇന്നുവരെ അത് കണ്ടിട്ടില്ല. അപ്പോൾ അമ്മയും പറഞ്ഞ് അമ്മയും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല, ഇനി ഇവർ കണ്ടോന്നറിയില്ല. അങ്ങനെ ഞങ്ങളുടെ ചർച്ചയാണിത്. അപ്പോൾ ഞങ്ങൾ ചർച്ച വഴി ഇങ്ങനെ അരുവിക്കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലമൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഹീറോ സിനിമയിൽ അറിയാൻ പറ്റും. നെടുമുടി വേണം പൃഥ്വിരാജും കൂടെ തകർത്ത് അഭിനയിച്ച സീനൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ വന്നു. അങ്ങനെ ഷിനി പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായി ഗൈസ്. 500 രൂപ പോയി കിട്ടി, എന്നാലും സാരമില്ല. നമ്മുടെ 500 പോയാൽ എന്ത് വന്നോ എന്ത്, ഇതല്ലേ ഇതൊക്കെ അറിയണം. അവൾ കയറിയത് കളി തുടങ്ങിയില്ലേ. പിന്നെ കൂട്ടത്തിൽ നമ്മൾ അവിടെയുള്ള കൊച്ചക്കന്മാരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ നോക്കിയപ്പോൾ എന്തായിരിക്കുന്നു വലിയ കുരിപ്പ്. പിന്നെ ഹീറോ സിനിമ പോലെ തന്നെ ഒരുപാട് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് നമ്മുടെ ബിജു മേനൻ്റെ പടയോട്ടം സിനിമ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അതിലൊരു ട്രാഫിക് ക്ലിയർ ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തത്. അതിലൊരു കാറിനകത്ത് നമ്മളുണ്ടായിരുന്നു. കാരണം ആ പടത്തിൻ്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഞങ്ങളുടെ ചർച്ചിലാണ്. അപ്പം പുള്ളിയുടെ പരിചയം വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ആദ്യമായിട്ടാണ് ഒരു ഫിലിം ഇത്ര അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നത് കാണുന്നത്. അപ്പോഴാണ് ഏകദേശം പിടികിട്ടിയത് അവിടെ കാണിക്കുന്നതും സിനിമയിൽ വരുമ്പോഴായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തള്ളിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് തിരിച്ച് വണ്ടി കയറ്റിയപ്പോൾ അവൾ വരുന്നില്ല. കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. നമ്മുടെ അരുവിക്കര ക്ഷേത്രവും നെയ്യാറും ഒക്കെ കണ്ട് പൊളിയായിരുന്നു. നല്ല സീനാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ എന്തായാലും 500 പോയെങ്കിലും ഒരു നല്ലൊരു വൈകുന്നേരം കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.